ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വല്യമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൈതച്ചക്ക ജ്യൂസാണ്. അതിന് ഞാനിവിടെ ലേശം കസുകസ് എടുത്ത് പുതിർത്തി വെക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു കഷ്ണം കൈതച്ചക്ക എടുത്ത് ചെത്തുന്നുണ്ട്. ഒരു പകുതിയേ എടുത്തേക്കുള്ളൂ. പകുതി കൈതച്ചക്കാണ് എടുത്ത് ചെത്തുന്നത്. നന്നാക്കി തോല് ചെത്തി നന്നാക്കി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം കൈതച്ചക്ക. നന്നാക്കി തോല് ചെത്തിയെടുക്കണം. ഇതൊന്നെല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ കൈതച്ചക്ക നന്നാക്കി വൃത്തിയാക്കി ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നന്നാക്കി ചെറിയ ചെറിയ കഷ്ണമാക്കി മുറിച്ചെടുക്കണം. നന്നാക്കി ചെറിയ പീസാക്കി മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു മിക്സീൻ്റെ ജാർ എടുത്ത് വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം പീസാക്കി മുറിച്ചിട്ടുണ്ട്. അപ്പം ചൂടിനും ദാഹത്തിനൊക്കെ നല്ലൊരു സാധനമാണ്. ഇത് ദഹനശക്തിക്കൊക്കെ നല്ലൊരു സാധനമാണ് കൈതച്ചക്ക. അതുകൊണ്ട് നല്ലൊരു ദഹനം കിട്ടും. അതുകൊണ്ടാണ് ഇത് കൈതച്ചക്ക ജ്യൂസ് അടിച്ച് നമുക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ഒരു കഷ്ണം കൈതച്ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ദഹനം കിട്ടും. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂൺ പഞ്ചസാര. കൈതച്ചക്ക കുറഞ്ഞ മധുരം മതി, കൂടുതൽ മധുരം വേണമെന്നില്ല. നിങ്ങളെ പാകത്തിന് ഇട്ട് കൊടുക്കുക, മധുരം കൂടുതൽ വേണ്ടിയൊരു. ഇനി ഇതൊന്ന് നന്നാക്കി ഒന്ന് അടിച്ചെടുക്കണം. നന്നാക്കി അടിച്ചെടുക്കണത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ എൻ്റെ വക നന്ദി. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് വേണം അടിക്കുക. കുറച്ച് ഐസിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നന്നാക്കി അടിച്ചെടുക്കണം. ഇനി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നാക്കി ഒന്ന് അരിച്ചെടുക്കണം. നന്നാക്കി അരിച്ചെടുത്ത് നന്നാക്കി ചണ്ടിയില്ലാതെ അരിച്ചെടുക്കണം. നന്നാക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഈ ജ്യൂസ് ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാനുള്ളൊരു ജ്യൂസാണിത്. ഇതിൽ കസുകസും കൂടിയും ചേർത്താൽ ശരീരത്തിന് നല്ലൊരു ഇത് കിട്ടാനുള്ളതാണ് കസുകസ്. ഒക്കെ ഞാൻ കുറേശ്ശെ പാർന്നൊക്കെ നന്നാക്കി അരിച്ചെടുക്കുന്നുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി. ഞാനിത് 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ കുറേശ്ശെ ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അതിലേക്ക് ഒഴിച്ചെടുക്കുക. കൈതച്ചക്ക ജ്യൂസ് അടിച്ച് വെച്ച ജ്യൂസ് നമുക്ക് അതിലേക്ക് ഓരോ 2 ഗ്ലാസ്സിലാക്കി പാർന്ന് കൊടുക്കണം. പാർന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓരോരോ സ്പൂണ് കസുകസ് ഇട്ട് കൊടുക്കണം. നല്ലൊരു ക്ഷീണത്തിന് നല്ലൊരു സാധനമാണ് കസുകസ്. ഇനി പുതിർത്തി വെച്ച കസുകസ് അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. കസുകസ് ഇട്ട് നന്നാക്കി കസുകസ് ഇട്ടൊന്ന് ഇളക്കിയെടുക്കുക. അടിപൊളി ടേസ്റ്റാണിത് കസുകസ് ഇട്ട് ഇളക്കിയാൽ കുടിക്കാൻ. ഇതെല്ലാവരും ഇതൊന്ന് അടിച്ച് നോക്കുക.